ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മാനി മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഹൃദയം എന്ന സിനിമയ്ക്ക് 2 വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് കഴിഞ്ഞ ദിവസം സോണി ലീവിലൂടെ OTT റിലീസ് ചെയ്ത് പുറത്തു വന്നിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഡീറ്റെയിലുകളാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യാനായി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയങ്ങളുണ്ട്, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കിടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഒന്ന്, സിനിമയെ പറ്റിയുള്ള റിവ്യൂ ആണ്. അതായത് യൂട്യൂബിൽ കണ്ട ഒരുപാട് കിടില റിവ്യൂകൾ കണ്ടുകൊണ്ടാണ് ഈ ഒരു സിനിമ കാണാനായി പ്രതീക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അടിപൊളി ചിത്രമാകും എന്ന് കരുതിയാണ് കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ കണ്ടതിന് ശേഷം എനിക്ക് അത്ര കിടിലം പടമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് വിനീത് ശ്രീനിവാസന്റെ ഇതിന് മുന്നേയുള്ള പടങ്ങൾ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഇതൊരു ആവറേജ് ചിത്രം മാത്രമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. വിനീത് ശ്രീനിവാസന്റെ മുൻ ചിത്രങ്ങളാണെങ്കിൽ കൂടി നമ്മൾ കണ്ടിട്ടുള്ള പല കാര്യങ്ങൾ തന്നെയാണ് ഒരു പുതുമയോടെ കൂടി വിനീത് ശ്രീനിവാസൻ കൊണ്ടുവന്നിരുന്നത്. ഹൃദയം എന്ന സിനിമയെല്ലാം ഒന്നുമില്ല എങ്കിൽ പോലും വിനീത് ശ്രീനിവാസൻ അവതരിപ്പിച്ചിരിക്കുന്നത് വെച്ചുകൊണ്ട് അത് വളരെ മനോഹരമായിട്ട് ഒരു ബോറടിയും തോന്നാതെയാണ് കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റുന്നത്. എന്നാൽ ഈ സിനിമയിലെ പല രംഗങ്ങളും കാണുമ്പോൾ കുറച്ച് ബോറെല്ലാം തോന്നി, കുറച്ച് ലാഗ് ഫീൽ ചെയ്തുകൊണ്ട് പിന്നീട് നിവിൻ പോളിയുടെ കഥാപാത്രം വന്നതിന് ശേഷം വളരെ ഉഷാറായി പോകുന്നുണ്ടെങ്കിലും ചില നിവിൻ പോളിയുടെ സീനുകളെല്ലാം കാണുന്ന സമയത്ത് അത് കുറച്ച് ഓവർ ആയതുപോലെയും തോന്നിയിട്ടുണ്ട്. പലരും ഇതിന് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം പറഞ്ഞു കേൾക്കുന്നത് അത് തിയേറ്ററിൽ നിന്ന് കാണുന്ന സമയത്ത് മറ്റൊരു എക്സ്പീരിയൻസ് ആണ്, OTTയിൽ വരുന്ന സമയത്ത് അത് അത്രയും ഇഷ്ടപ്പെടുകയില്ല എന്നെല്ലാമാണ്. തിയേറ്ററിൽ നിന്ന് കാണുന്ന സമയത്ത് ഫാൻസിൻ്റെയും അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെയും എല്ലാം ഒരു ബഹളം കൊണ്ട് ആ ഒരു ആംബിയൻസ് കൊണ്ട് കുറച്ചുകൂടി ബെറ്ററായി നമുക്ക് തോന്നാവുന്നേ ഉള്ളൂ. അല്ലാതെ തിയേറ്ററിൽ നിന്ന് കണ്ടാലും OTTയിൽ വന്ന് കണ്ടാലും നല്ല ചിത്രമാണെങ്കിൽ ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടേണ്ടതാണ്. സോ പേഴ്സണലായിട്ട് ഈ ചിത്രം പറഞ്ഞു കേട്ടതുപോലെ അത്ര ഗംഭീരമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, യയാതി എന്ന പേരിൽ ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ പരിമിതികളിൽ നിന്നുകൊണ്ട് ചെയ്തിട്ടുള്ളൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു. എന്നിരുന്നാലും നിങ്ങൾ കണ്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ തുടർന്ന് വരുന്ന ഷോർട്ട് ഫിലിമുകൾ ചെയ്യുന്ന സമയത്ത് അത് ഗുണകരമാകുന്നതായിരിക്കും. സോ കാണാനും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനും ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ആദ്യത്തേത്, സിനിമയിലെ പ്രസന്റിലെ കഥ നടക്കുന്നത് ഏത് വർഷമാണെന്ന് കൃത്യമായി എവിടെയും കാണിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. എന്നിരുന്നാലും ആ ഫ്ലാഷ് ബാക്കിലെ കഥ കാണിക്കുന്ന സമയത്ത് അവിടെ വേണു എന്ന കഥാപാത്രത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലായി 1973 10ാം ക്ലാസ്സിലെ പരീക്ഷയായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 50 വർഷങ്ങൾക്ക് ഇപ്പുറം എന്ന് പറയുമ്പോൾ കൃത്യമായി 2023 പ്രസന്റിലെ കഥ നടന്നതെന്ന് മനസ്സിലാക്കാം. ആ ഫ്ലാഷ് ബാക്കുകൾ കാണിക്കുന്ന സമയത്ത് വേണു എന്ന കഥാപാത്രം വീട്ടിൽ വന്നുകൊണ്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് തല്ല് മേടിച്ച് മുറിയിൽ പോയിരുന്ന് കരയുന്നതായി കാണാം. സോ അച്ഛൻ തല്ലുന്ന സമയത്ത് ആ ചൂരൽ വീടിൻ്റെ മുൻവശത്ത് നിന്ന് എടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ പിന്നീട് വേണു ഇരുന്ന് കരയുന്ന സമയത്ത് വേണുവിൻ്റെ അനുജത്തി ആ പരിപ്പോട മുന്നിലേക്ക് കൊണ്ടുവയ്ക്കുന്ന സമയത്ത് അവിടെയും മറ്റൊരു ചൂരലിരിക്കുന്നതായി കൂടി കാണാം. സോ ഇവിടെയും വേണുവിനെ മുറിയിൽ വന്നും അച്ഛൻ തല്ലാറുണ്ട് എന്ന് കാണിക്കുന്ന വിധമാണ് ആ ചൂരലും അവിടെ കൊടുത്തിരുന്നത്. സിനിമയിലെ കഥാപാത്രങ്ങളുടെ പേരിനും പ്രത്യേകത ഉള്ളതായി തോന്നിയിട്ടുണ്ട്. അതായത് വിനീത് ശ്രീനിവാസൻ ഇതിനു മുന്നേ സംവിധാനം ചെയ്തിട്ടുള്ള ഹൃദയം എന്ന ചിത്രത്തിൽ പ്രണവ് മോഹൻലാലിന്റെ കഥാപാത്രം സ്നേഹിക്കുന്ന പെൺകുട്ടികളുടെ പേരിനെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ആദ്യം ഒറ്റനോട്ടത്തിൽ ഇഷ്ടപ്പെട്ട പെണ്ണിന് ദർശന എന്നും, കുറച്ചുനാൾ പ്രണയിച്ച് പെട്ടെന്ന് അകന്നുപോയ പെണ്ണിന് മായ എന്നും, പിന്നീട് ജീവിതകാലം മുഴുവൻ തന്റെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണിന് നിത്യ എന്നിങ്ങനെയുള്ള പേരുകളാണ് വിനീത് ശ്രീനിവാസൻ കൊടുത്തിരുന്നത്. ഇതുപോലെ തന്നെ ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ടുള്ള മുരളി, വേണു എന്നീ 2 കഥാപാത്രങ്ങളുടെയും പേരിന്റെ അർത്ഥം ഓടക്കുഴൽ എന്ന് തന്നെയാണ്. സോ ഈ സിനിമയിൽ സംഗീതത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതുപോലെ തന്നെ ഈ 2 കഥാപാത്രങ്ങളുടെയും ഒത്തൊരുമയും ഫ്രണ്ട്ഷിപ്പും എല്ലാം കാണിക്കുന്ന വിധത്തിലാകാം ഒരേ പേരിന്റെ പല അർത്ഥങ്ങൾ വരുന്ന വാക്കുകൾ തന്നെ ഇവർക്ക് 2 പേർക്കും കൊടുത്തിരുന്നത്. ഇതുകൂടാതെ ഹൃദയം എന്ന സിനിമയുടെ പേര് എഴുതി കാണിക്കുന്നത് ഇന്റർവെൽ സീനിലാണ്. അരുൺ എന്ന കഥാപാത്രം ദർശനയെ വിട്ട് പോകുന്ന സമയത്ത് ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഹൃദയം എന്ന സിനിമയുടെ പേരെഴുതി കാണിക്കുന്നത്. ഇതേപോലെ തന്നെ ഈ സിനിമയുടെ പേരും ഇന്റർവെൽ സമയത്ത് വർഷങ്ങൾക്ക് ശേഷം അവർ കണ്ടുമുട്ടുന്ന ആ ഇന്റർവെൽ ടൈമിലാണ് ഈ സിനിമയുടെയും പേരെഴുതി കാണിച്ചത്. ആനി എന്ന കല്യാണി പ്രിയദർശന്റെ കഥാപാത്രത്തിന്റെ കുടുംബം കലയും സാഹിത്യവും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണെന്ന് കാണിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ അവളുടെ വീട് കാണിക്കുന്ന സമയത്ത് അവിടെ ഒരു ഷെൽഫിലായി നിറയെ ബുക്കുകൾ ഇരിക്കുന്നതായി കാണിച്ചിരുന്നു. എന്നാൽ ഇതുകൂടാതെ വർഷങ്ങൾക്കിപ്പുറം ഈ കഥാപാത്രം ആസിഫ് അലിയുടെ ജോൺ എന്ന കഥാപാത്രത്തെ വിവാഹം കഴിച്ച് പ്രായമായിട്ടിരിക്കുന്ന അവസ്ഥയിലും ഈ ഒരു കഥാപാത്രത്തെ കാണിക്കുന്ന സീനിൽ ഈ കഥാപാത്രത്തിന്റെ ആ വായനാശീലത്തെ ഡീറ്റെയിൽ ചെയ്യുന്ന വിധം ഈ കഥാപാത്രം ഒരു ബുക്ക് വായിച്ച് ഷെൽഫിൽ കൊണ്ട് വെക്കുന്ന വിധത്തിലാണ് കാണിച്ചിരുന്നത്. ഈ മുരളി എന്ന കഥാപാത്രത്തിന് ആനയോട് ഇഷ്ടം തോന്നിയ ശേഷം ആനയെ കോളേജിൽ വന്ന് കാണുന്ന സമയത്ത് പാരഡിംഗ് ഷിഫ്റ്റ് എന്നെഴുതിയിട്ടുള്ള ഒരു ബുക്ക് മുരളി ആനയെ കാണിക്കുന്നതായി കാണാം. ഈ പാരഡിംഗ് ബുക്ക്
ആയിക്കൊള്ളാവുന്ന പേരുകൾ ഒരുത്തുന്നില്ലല്ലോ. ഈ പാരഡിഗ് ഷിഫ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം പെട്ടെന്നുണ്ടാകുന്ന മാറ്റം എന്നാണ്. സോ ഇത് ഈ സീനുമായി വളരെ ആപ്റ്റ് ആകുന്ന വിധത്തിലാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഇതിനു മുന്നേ ആദ്യമായി ആനിയെ കോളേജിൽ വെച്ച് മുരളി കാണുന്ന സമയത്ത് മുരളി പറയുന്നുണ്ട് ഞാനൊരു പൂവാലനല്ല എന്ന്. എന്നാൽ പിന്നീട് ആനയോട് പ്രണയം തോന്നിയതിനു ശേഷമാണ് നിരന്തരമായി അവൻ കോളേജിൽ വന്ന് ആനിയെ കാണുന്നത്. സോ ഈ സമയത്ത് അവനിൽ വന്നിട്ടുള്ള ആ മാറ്റം പോലെ ആദ്യം പറഞ്ഞതിൽ നിന്നും മാറ്റം വന്നിരിക്കുന്നു എന്ന് കാണിക്കുന്നത് പോലെയാണ് അതേ അർത്ഥം ടൈറ്റിലായി വരുന്ന ഒരു ബുക്ക് തന്നെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. മുരളി ആനിയെ കാണാനായി ഒരിക്കൽ വീട്ടിൽ വരുന്ന സമയത്ത് ആനിയുടെ ചേച്ചി മുരളിയോട് പറയുന്നുണ്ട് നീ വന്നതിന് ശേഷമാണ് അവളെ ഇങ്ങനെ സന്തോഷത്തോടെയെല്ലാം കാണുന്നത്, അവളിൽ ഈ മാറ്റം വന്നത്. ഇതിനു മുന്നേ എല്ലാം എന്തോ രഹസ്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പോലെയാണ് അവൾ നടന്നിരുന്നതെന്ന്. സോ ആദ്യം ഈ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയതിന്റെ വേദനയാണ് ആനിക്കുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് വിഷമിച്ച് നടന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത്. തൊട്ടടുത്ത് വരുന്ന സീനുകളിൽ തന്നെ ആനിയും ആനിയുടെ ചേച്ചിയുടെ ഭർത്താവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞതിന് ശേഷം പിന്നീട് ചേച്ചിയുടെ ഈ ഡയലോഗുകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അതിൽ നിന്നും ആനി ഒളിപ്പിച്ചു വെച്ചിരുന്ന രഹസ്യം, ആനി ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നടന്നിരുന്നത് ചേച്ചിയുടെ ഭർത്താവും താനുമായിട്ടുള്ള ആ ബന്ധത്തെക്കുറിച്ചായിരുന്നു എന്ന് മനസ്സിലാക്കാം. പിന്നീട് ഈ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞതിനു ശേഷം മുരളി നാട് വിട്ടു പോവുകയും കുറച്ച് നാളുകൾ കഴിഞ്ഞ് വേണുവിന് ഒരു കത്തയച്ചുകൊണ്ട് നമുക്ക് മദ്രാസിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും മദ്രാസിലേക്ക് പോവുകയും അതിനുശേഷമാണ് ജീവിതഗാഥകളെ എന്ന് തുടങ്ങുന്ന ഗാനം നമ്മളെ കാണിക്കുന്നത്. എന്നാൽ ഇതിനു മുന്നേ വേണുവിന് ആ കത്ത് കിട്ടുന്നതായി കാണിക്കുന്ന സീനിൽ അവിടെ ബോർഡിലും ഭിത്തിയിലുമെല്ലാമായി ഈ ജീവിതഗാഥകളെ എന്ന പാട്ടിന്റെ ഇടയിലുള്ള വരികളെല്ലാം എഴുതിയിട്ടിരിക്കുന്നതായി കാണാം. സിനിമയിൽ പിന്നീട് മുരളി എല്ലാം നഷ്ടപ്പെടുത്തി ഒരു മുഴുക്കുടിയനായെല്ലാം കഴിയുന്ന സമയത്ത് വേണു മുരളിയെ കാണാനായി വരുന്നൊരു സീനുണ്ട്. ഈ സമയത്ത് അവിടെ തറയിലായി കുപ്പികളും മുരളി കഴിക്കുന്ന ഭക്ഷണവും മുരളിയുടെ വസ്ത്രങ്ങളും അങ്ങനെ എല്ലാ സാധനങ്ങളും തറയിൽ വീണ് കിടക്കുന്നതായി കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയവും മുരളി തന്റെ വയലിൻ കൃത്യമായി ഷെൽഫിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതായി കാണാം. അതായത് ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും മുരളി ശ്രദ്ധ കൊടുക്കുന്നില്ലെങ്കിലും തന്റെ സംഗീതത്തിന്റെ കാര്യത്തിൽ മുരളി അശ്രദ്ധ കാണിക്കുന്നില്ല, അത് അപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എന്ന് മനോഹരമായി കാണിച്ചിരുന്നു. കല്യാണി പ്രിയദർശന്റെ ആനി എന്ന കഥാപാത്രം വർഷങ്ങൾക്കിപ്പുറം മുരളിയെ കാണുന്ന ഒരു സീനുണ്ട്. ആ സീനും മുരളി ആദ്യമായി ആനിയുടെ വീട്ടിൽ വന്ന് ആനിയെ കാണുന്ന സീനും ഏകദേശം ഒരുപോലെ തന്നെയാണ് കാണിച്ചിരുന്നത്. അതായത് ആദ്യം ആനിയെ മുരളി വീട്ടിൽ വന്ന് കാണുന്ന സമയത്ത് ആനി മുകളിൽ നിൽക്കുകയും താഴെ നിൽക്കുന്ന മുരളി പടികൾ ഓടിക്കേറി ആനിയുടെ അടുത്ത് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വർഷങ്ങൾക്കിപ്പുറമുള്ള ആ സീനിൽ മുരളി മുകളിൽ നിൽക്കുകയും താഴെ നിൽക്കുന്ന ആനി പടികൾ ചവിട്ടി ചവിട്ടി മുകളിൽ കയറി അടുത്ത് വന്ന് സംസാരിക്കുന്നതായി കാണിക്കുന്നത്. നിവിൻ പോളി അവതരിപ്പിച്ചിട്ടുള്ള നിതിൻ മോളി എന്ന കഥാപാത്രം ആദ്യമായി ആ ലൊക്കേഷനിലേക്ക് വരുന്ന സമയം വളരെ തലക്കനമുള്ളതുപോലെ വളരെ അഹങ്കാരിയായിട്ടാണ് കാണിക്കുന്നത്. സെറ്റിൽ വരുന്ന സമയത്ത് വേണുവിന് ഷെയ്ക്കാൻഡ് കൊടുക്കാനെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ളതുപോലെയാണ് കാണിക്കുന്നത്. എന്നാൽ പിന്നീട് അയാളുടെ സ്വഭാവത്തിൽ മാറ്റം വരികയും പിന്നീട് ആ ലൊക്കേഷനിലേക്ക് വീണ്ടും നിതിൻ മോളി വരുന്ന സമയത്ത് വളരെ സന്തോഷത്തോടു കൂടി വന്നുകൊണ്ട് വേണുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നതെല്ലാമായിട്ട് കാണിച്ചിട്ടുണ്ട്. ആ സമയം അയാളുടെ അഹങ്കാരമെല്ലാം മാറിയിരിക്കുന്നു എന്നും കാണിച്ചിട്ടുണ്ട്. സോ ഈ സ്വഭാവത്തിൽ വന്നിരിക്കുന്ന മാറ്റം മറ്റൊരു രീതിയിലും സംവിധായകൻ കാണിച്ചിട്ടുണ്ട്. അതായത് ആദ്യം നിതിൻ മോളി ആ ലൊക്കേഷനിലേക്ക് വരുന്ന സമയം കാറിന്റെ പിൻ സീറ്റിലിരിക്കുകയും മറ്റൊരാൾ ഡ്രൈവ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ പൊതുവെ മിക്ക സിനിമയിലും അല്ലെങ്കിൽ പൊതുവെ കാണുന്ന കാര്യമാണ്. അതായത് വലിയ വലിയ മുതലാളിമാരെല്ലാം ഡ്രൈവർ മുൻ സീറ്റിലിരിക്കുന്ന സമയത്ത് അയാൾ പിന്നിലെ സീറ്റിലായിരിക്കും മിക്കപ്പോഴും ഇരിക്കുന്നത്. സാറൊന്ന് മുൻ സീറ്റിലിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാനൊരു ഡ്രൈവറാണെന്ന് കാണുന്നവർക്ക് തോന്നണ്ട. ഈ ഒരു സ്റ്റൈലിലാണ് നിതിൻ മോളി ആദ്യമായി അവിടേക്ക് വരുന്നത്. എന്നാൽ പിന്നീട് അയാളുടെ അഹങ്കാരമെല്ലാം കുറച്ച് മാറിയതിനു ശേഷം അയാളും മാനേജറും ഒരുപോലെ മുൻ സീറ്റിൽ തന്നെ ഇരുന്ന് വരുന്നതായി കാണിച്ചിട്ടുണ്ട്. ഇതിനുശേഷം വീണ്ടും അയാളുടെ അഹങ്കാരമെല്ലാം മാറി വേണുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വരുന്ന സീനിൽ അയാൾ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ ഇങ്ങനെ പുറകിൽ നിന്നും മുന്നിലേക്ക് വരുന്ന സമയത്ത് പൊതുവെ സ്വഭാവത്തിൽ മാറ്റം വരുമെന്നല്ല, പക്ഷെ ഇങ്ങനെ മുതലാളിത്തം ചമഞ്ഞിരുന്നതിൽ നിന്നും മുൻ സീറ്റിൽ ഡ്രൈവറുടെ സീറ്റിലേക്ക് അയാൾ സ്വയം വന്നിരിക്കുന്നതായി കാണിച്ചതിലൂടെ സംവിധായകൻ അയാളുടെ സ്വഭാവത്തിൽ വന്നിരിക്കുന്ന മാറ്റത്തെയാണ് കാണിച്ചതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതുപോലെ അജു വർഗീസ് തന്നെയാണ് കേശവദേവ് എന്ന അച്ഛൻ കഥാപാത്രത്തെയും ജയൻ കേശവദേവ് എന്ന മകൻ കഥാപാത്രത്തെയും സിനിമയിൽ ചെയ്തിരിക്കുന്നത്. സോ ഈ ജയൻ കേശവദേവ് എന്ന മകൻ കഥാപാത്രം നിർത്തിവെച്ച ഷൂട്ടിംഗ് വീണ്ടും തുടങ്ങുന്ന ഒരു സീനിൽ അച്ഛൻ്റെ പഴയ സാധനങ്ങളെല്ലാം എടുത്തു നോക്കുകയും ആ ജുബയെല്ലാം ഇട്ടുകൊണ്ട് വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഈ സമയം കേശവദേവും വേണുമെല്ലാം ചേർന്നുകൊണ്ട് ആദ്യമായി എടുത്തൊരു ഫോട്ടോയും ജയൻ കേശവദേവ് കാണുന്നുണ്ട്. എന്നാൽ ഇതുകൂടാതെ ഈ ഫോട്ടോ ജയൻ കേശവദേവ് നോക്കുന്ന സമയത്ത് തൊട്ട് പുറകിലായി അതിനു മുന്നേ വേണുവിന് പൈസ കൊടുക്കുന്നതിന് മുന്നേ ഉള്ള കേശവദേവിന്റെ കോട്ട് ഇട്ടുകൊണ്ടുള്ള ഒരു ഫോട്ടോ അവിടെ വെച്ചിരിക്കുന്നതായി കൂടി നമുക്ക് കാണാം. സോ ഇത്രയും കാര്യങ്ങളെല്ലാമാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. വീഡിയോ ഇവിടെ അവസാനിക്കുന്ന. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്തുക.
ഇതുപോലെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.